എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് 15ാമത്തെ ദിവസമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നാറ്റോ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയമാണ്. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന ഡിഫൻസ് അലയൻസ് ആണ്. ആ ഡിഫൻസ് അലയൻസിൻ്റെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയമാണെന്നാണ് പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO നിലവിൽ വന്നത് 1948 എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1948 പറയുന്നത്. 3, SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. 4, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് രൂപം കൊണ്ടത്. ആണോ? 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. 5, രക്ഷാസമിതി യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാനുള്ള സ്ഥിരാംഗങ്ങളുടെ അധികാരമാണ് വീറ്റോ അധികാരം. പെർമനൻറ്റ് മെമ്പേഴ്സിനാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നു. ശരിയാണോ? 6, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ഓർഗനൈസേഷനാണെന്ന് പറയുന്നു. 7, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്നത് റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് രേഖയാണെന്ന് പറയുന്നത്. 8, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. 1861 കേരളത്തിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചതെന്ന് പറയുന്നു 9ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 10, GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, ഓരോന്നിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നാറ്റോ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയമാണ്. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന ഡിഫൻസ് അലയൻസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയമാണെന്ന് പറയുന്നത് ശരി ഉത്തരമാണ്. 2, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1948 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷൻസിൻ്റെ ഡേറ്റ്സ് ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നോക്കി നോക്കണേ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1995. SDR സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. SDR ADB ആണോ? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണോ? അല്ല. ഇതെന്തുമായി ബന്ധപ്പെട്ടാണ്? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു റിസർവ് അസറ്റാണ്. ഏതിൻ്റെ റിസർവ് അസറ്റ്? ഏതിൻ്റെ? IMFൻ്റെയാണ്. IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ILO 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ് രൂപം കൊണ്ടത്. ശരിയാണ്. 2ാം ലോക മഹായുദ്ധത്തിലാണോ? 1919 അപ്പോൾ തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രക്ഷാസമിതി UN സെക്യൂരിറ്റി കൗൺസിലാണ്. രക്ഷാസമിതി UNSC യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ എതിർത്ത് തോൽപ്പിക്കാനുള്ള സ്ഥിരാംഗങ്ങളുടെ അധികാരമാണ് വീറ്റോ അധികാരം. പെർമനൻറ്റ് മെമ്പേഴ്സിന് മാത്രമല്ല വീറ്റോ ഉള്ളൂ. ശരിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 6ാമത്തേത്, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണോ? 1ാം ലോക മഹായുദ്ധത്തിന് ശേഷമല്ലേ? 6 തെറ്റാണ്. 7, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. അത് ശരിയാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കുട്ടനാടാണ്. ശരിയാണ്. 1861 കേരളത്തിൽ ആദ്യമായി റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ശരിയാണ്. 10, GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്നുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിൽ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ശരി ഉത്തരമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്ന സ്ഥാപനങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 279A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി GST കൗൺസിൽ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ പറയുന്ന സെഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 7 വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. 7 8 വേണമെങ്കിൽ 7 ആക്കാം. ശരി. ഓക്കെ, ബൈ. ടേക്ക് കെയർ.